ഇറാനിലേക്ക് അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയതിന് പിന്നിൽ വൻ റാക്കറ്റ് എന്ന് ദേശീയ അന്വേഷണ ഏജൻസി. ഇന്ത്യയിൽ നിന്ന് 14 പേരെ ഇറാനിലേക്ക് കടത്തിയതിന്റെ തെളിവുകൾ എൻഐഎ കണ്ടെത്തി. കേസിൽ മുഖ്യപ്രതി മധു ജയകുമാറിനെ വീണ്ടും എൻഐഎ കസ്റ്റഡിയിൽ വിട്ടു. അവയവ കച്ചവടത്തിനായി കൂടുതൽ പേരെ ഇറാനിലേക്ക് കടത്തിയെന്നാണ് എൻഐഎ നിഗമനം. മധു ജയകുമാർ രാജ്യാന്തര റാക്കറ്റിന്റെ ഒരു കണ്ണി മാത്രമെന്നും എൻഐഎ കണ്ടെത്തി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇരകളിൽ നിന്നും ദേശീയ അന്വേഷണ ഏജൻസി നേരിട്ട് തെളിവ് ശേഖരിച്ചിട്ടുണ്ട്. കേരളത്തിലെ ചില സ്വകാര്യ ആശുപത്രികൾക്ക് മനുഷ്യക്കടത്തിൽ പങ്കുള്ളതായി മുഖ്യപ്രതി മധു ജയകുമാർ നേരത്തെ എൻഐഎക്ക് മൊഴി നൽകിയിരുന്നു. ഡൽഹി, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, തെലങ്കാന എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് റാക്കറ്റിന്റെ പ്രവർത്തനം. 50 ലക്ഷം വരെ വാഗ്ദാനം ചെയ്തായിരുന്നു മനുഷ്യക്കടത്തെന്നും മധു മൊഴി നൽകിയിരുന്നു. ഇറാനിൽ നിന്ന് മടങ്ങിയെത്തിയ മധുവിനെ ഇക്കഴിഞ്ഞ 8-ാം തീയതിയാണ് എൻഐഎ അറസ്റ്റ് ചെയ്തത്. കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് പ്രത്യേക കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 24 വരെ വീണ്ടും കസ്റ്റഡിയിൽ വിട്ടു. 2019 മുതൽ 2023 വരെ ഇറാനിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയെന്ന കേസിൽ 2024 ഓഗസ്റ്റിൽ എൻഐഎ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. തുടക്കത്തിൽ റൂറൽ പോലീസിന്റെ പ്രത്യേക സംഘം അന്വേഷിച്ചിരുന്ന കേസ് പിന്നീട് എൻഐഎ ഏറ്റെടുക്കുകയായിരുന്നു. കേസിലെ മറ്റു പ്രതികളായ സാബിത്ത്, സജിത്, ബല്ലംകൊണ്ട രാംപ്രസാദ് എന്നിവർ ജാമ്യത്തിലാണ്. മീഡിയ 1 കൊച്ചി.